എല്ലാവർക്കും നമസ്കാരം. പച്ചവളം ബേസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്. നമ്മുടെ SI മെയിൻസിന്റെ സിലബസ് ഡിസ്കഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ CPOയുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് വരികയാണ്, അല്ലെ, ഡേറ്റ് അടുത്ത് വരികയാണ്. പക്ഷേ നമുക്കറിയാം ഓഗസ്റ്റ് മാസം SIയുടെ എക്സാം നടക്കുന്നു എന്ന് നമുക്കറിയാം. ഡിഗ്രി എക്സാമുകൾ 2 ഫേസും കഴിഞ്ഞു. എല്ലാവരും പ്രിലിംസ് കിട്ടും അല്ലെങ്കിൽ കിട്ടാൻ യോഗ്യരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി പഠിക്കാനുള്ളത് മെയിൻസിലേക്ക് വേണ്ടിയാണ്. 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് സെഷനുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളല്ല, PSC എത്തിയിരിക്കുന്നത്. അത് ഫുൾ കവർ ചെയ്യുക എന്നാണ് നമ്മുടെ ജോലി, നമ്മുടെ രണ്ടുപേരുടെയും ജോലി. അതായത് നിങ്ങൾ പഠിക്കുക, നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊന്ന് പരിചയപ്പെടാം. ആ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് അതിൽ സിലബസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെയാണ് 100 മാർക്കിന്റെ എക്സാമിന് ആദ്യം നമുക്കറിയാം ഹിസ്റ്ററി 3 മാർക്കാണ്, ജോഗ്രഫി 3, എക്കണോമിക്സ് 3, കേരള ഗവേണൻസിന് 5 മാർക്കും, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട് 6 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 5 മാർക്ക്. അപ്പോൾ അങ്ങനെ സബ്ബായിട്ടുള്ള സെക്ഷൻസ് കുറെ അല്ലെ, സിലബസ് കുറച്ചേ ഉള്ളൂ. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കേരള ഗവേണൻസ്, ലൈഫ് സയൻസ്, കറണ്ട് അഫയേഴ്സ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലകൾ താഴെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് മാത്സ് അല്ലെങ്കിൽ ജനറൽ അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എത്രയാ 10 മാർക്കാണ് നമുക്കുള്ളത്. അതുപോലെ ജനറൽ ഇംഗ്ലീഷ് അത് 10 മാർക്കാണ്. അതുപോലെ ലാംഗ്വേജ് അത് മലയാളമാണ്, അത് നമുക്ക് 10 മാർക്കാണ്. പിന്നെ ഉള്ളതാണ് സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പൊ നമ്മൾ അത് കവർ ചെയ്യുക. ബാക്കിയൊക്കെ നമ്മൾ പല എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെ, 45 മാർക്ക്. അതിന് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടീം നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നോളൂ. നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും, നമ്മുടെ ടീമിലെ എല്ലാ സാറുമാരും നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ലൈവ് റെക്കോർഡഡ് സെഷൻ ആയിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് സിലബസ് ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലെ 45 മാർക്ക് എന്താണെന്ന് നമുക്ക് നോക്കണം. സ്പെഷ്യൽ ടോപ്പിക്കിൽ അപ്പൊ ഇത് ഹിസ്റ്ററിയാണ്. 3 മാർക്ക് നമുക്കറിയാം. അതേതൊക്കെ? കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററി 3 തരമാണ്: കേരള, ഇന്ത്യൻ, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ജോഗ്രഫി അതുപോലെ തന്നെ ഇന്ത്യ, കേരള, അതുപോലെ തന്നെ എക്കണോമിക്സും കേരള ഗവേണൻസും അതുപോലെയുണ്ട്. പിന്നെ നമുക്കുള്ള പോർഷനാണ് ലൈഫ് സയൻസ്. അത് ഹ്യൂമൻ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് വിറ്റാമിൻസ്, അതുപോലെ ഡിസീസസ്, കേരള വെൽഫെയർ ആക്ടിവിറ്റീസ്, ലൈഫ് സ്റ്റൈല്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കറണ്ട് അഫയേഴ്സ് 5 മാർക്ക്. പിന്നെ മെന്റൽ എബിലിറ്റി അതൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ അറിയാം. അത് വൊക്കാബുലറി, അതുമായിട്ട് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം, മലയാളം അറിയാം. ഇതാവുന്നു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ആദ്യം ഭാരതീയ ന്യായ സംഹിത. നമ്മുടെ ദി ഭാരതീയ ന്യായ സംഹിത 2023 അറിയാമല്ലോ, 5 മാർക്കിന്റെ ഒരു സെഷനാണ് ഭാരതീയ ന്യായ സംഹിത. അപ്പോ അതിൽ തന്നെ എന്തൊക്കെ നമുക്ക് പഠിക്കണം? നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, ഇതെങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഇത് എന്തൊക്കെയാണ് നമുക്ക് സിലബസിനകത്തുള്ളത് എന്നൊരു സിലബസ് ഡിസ്കഷൻ ക്ലാസ് ആണ്. അതൊന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. ഏതൊക്കെ നമ്മൾ പഠിക്കണം? CPO പഠിക്കുന്നവർക്കറിയാം അതേ സിലബസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. CPOയുടെ ലെവൽ അല്ല ഇവിടെ. CPO വേറെ, SI വേറെ. അപ്പോൾ CPO എന്തൊക്കെ ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ CPO പരീക്ഷയ്ക്കും ഒരു SIയുടെ ജോലി എന്താണ്, ആ ലെവലിൽ മാത്രമേ. കാരണം SI ഒരു അല്പം കൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. പോലീസിന് ഗ്ലാമറസ് ഒരു പോസ്റ്റാണ്. കാരണം അതിന്റെ മുകളിലുള്ള ഇൻസ്പെക്ടർ ആകണമെങ്കിൽ, DYSP ആണെങ്കിൽ, എന്തിനേറെ SP വരെ ആകാൻ നമുക്ക് ഈ SIയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പറ്റും. അപ്പോ ഭാരതീയ ന്യായ സംഹിതയ്ക്ക് 5 മാർക്കാണ്, BNSന് 5 മാർക്ക്. അപ്പോൾ നമുക്ക് CPOക്ക് 4 മാർക്കാണ്, പക്ഷെ ഇവിടെ 5 മാർക്കാണ്. നമുക്കറിയാം ഫസ്റ്റ് മോഡ്യൂൾ ഏതാണ്? ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് എന്നാണ്. അതുപോലെ തന്നെയാണ് താഴെ എക്സെപ്ഷണൽ കേസ് എന്നൊരു മോഡ്യൂളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് 2 clause 3 എന്താണ്? അത് ചൈൽഡ്. നമുക്കറിയാം എന്താണ് 2 clause 3 ചൈൽഡ്, കുട്ടി എന്നാൽ എന്ത്, നിർവചനങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് 2 clause 4 കൗണ്ടർ ഫെയ്റ്റ് ആണ്. കൗണ്ടർ ഫെയ്റ്റ് നമുക്ക് എന്തായാലും പറയാം കപടാനുകരണം എന്ന് പറയുന്നു, വ്യാജം എന്ന് പറയുന്നു, വ്യാജൻ. 2 clause 8 രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആണ്. 2 clause 14 നമുക്കറിയാം ഇഞ്ചുറി. 2 clause 28 പബ്ലിക് സെർവന്റ്. 3 clause 5 എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്ന കുറ്റത്തിന് മുഴുവൻ പേരും ശിക്ഷാർഹരാണെന്ന് പറയും. അപ്പൊ ഇതാണ് ഭാരതീയ ന്യായ സംഹിതയിലെ ആദ്യത്തെ പാട്ടിലെ ആദ്യത്തെ. ഇനി അതിനകത്ത് പണിഷ്മെന്റ്സിനെ പറ്റി പറയുന്നു. 4ഉം 11ഉം പറയുന്നു, അല്ലെ, 4 and 11. അതിൽ 4ഉം 11ഉം പ്രധാനമായിട്ടും പറയുന്നത് പണിഷ്മെന്റ്സ് എത്ര തരമെന്നാണ്. പണിഷ്മെന്റ് 6ഓളം, അല്ലെ, പണിഷ്മെന്റ് 6 തരമുണ്ട്. 11ൽ പറയുന്നു. അതിനകത്ത് ഏകാന്ത തരവിന്റെ കാര്യമാണ് 11ൽ പറയുന്നത്. പിന്നെ നമുക്കറിയാം ജനറൽ എക്സെപ്ഷൻസ്. ജനറൽ എക്സെപ്ഷൻസിൽ 14ഉം 17ഉം പറയുന്നത് മേക്ക് ഓഫ് ഫാക്റ്റ് ആണ്. അതായത് വസ്തുതകളുടെ
അപക്വമായ അറിവ് അല്ലെങ്കിൽ വസ്തുതയെക്കുറിച്ച് തെറ്റായ ജ്ഞാനം നേടിയെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റമാണ്. അറിയാതെ നമ്മൾ വസ്തുതയെക്കുറിച്ചുള്ള തെറ്റ് മൂലം ചെയ്യാൻ കാര്യമായി. 15ഉം 16ഉം ജുഡീഷ്യൽ, ഒരു ജഡ്ജിന്റെ നടപടികൾ ഒരിക്കലും കുറ്റമല്ല, നിയമ നടപടികൾ കുറ്റമല്ല എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. 18 ആക്സിഡന്റ്, അതായത് വളരെയധികം ശ്രദ്ധയോടെ ചെയ്തിട്ട് അപകടമുണ്ട്. ഈ ആക്സിഡന്റ് കേസൊക്കെ 18 വരുന്നു. 19 വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് ചെയ്തേ മതിയാവുള്ളൂ. മറ്റൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടി ചെയ്തേ മതിയാവുള്ളൂ, അതാണ് 19. 20ഉം 21ഉം ശൈശവം, അത് ഇൻഫാൻസി എന്ന് പറയുന്നു. 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്താൽ കുറ്റമല്ല. 20ൽ 21ൽ പറയുന്നു എന്താണ്, 7നും 12നും ഇടയിൽ പ്രായമുള്ള കുട്ടി ചെയ്യുന്നത് കുറ്റമല്ല. 22ൽ ഇൻസാനിറ്റി എന്ന് പറയുന്നു. ഇൻസാനിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് ഇൻസാനിറ്റി? അത് ചിത്തഭ്രമം ബാധിച്ച വ്യക്തി ചെയ്യുന്നതും കുറ്റമല്ല എന്ന് പറയുന്നത് സെക്ഷൻ 22. സെക്ഷൻ 23ഉം 24ഉം ഇൻടോക്സിക്കേഷൻ എന്നാണ്. ഇൻടോക്സിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഇൻടോക്സിക്കേഷൻ? ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലഹരി, അല്ലെ? നമുക്കറിയാം, അറിഞ്ഞുകൊണ്ട് ലഹരി ചെയ്താലോ അല്ലെങ്കിൽ അറിയാതെ ചെയ്താലോ ഉള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതുപോലെ 25 മുതൽ 30 വരെ കൺസെന്റ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം അനുവാദം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ ഇപ്പോൾ ഡോക്ടർ സർജറി ചെയ്യണമെങ്കിൽ ഒപ്പിടണം തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 31ൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഉദ്ദേശത്തോട് നൽകുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ മെസ്സേജുകൾ. എന്തെങ്കിലും ഉദാഹരണം, ഒരു ഡോക്ടർ ഒരു രോഗിയോട്, ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കുക, ഞാനിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതേ ഉള്ളൂ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്നത്. 31 എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ രോഗിയോട് പറയുന്നു, നിങ്ങൾ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നു. ആ ഞെട്ടലിൽ രോഗി മരണപ്പെടുന്നു എന്ന് പറയുന്ന കാര്യമാണ് അവിടെ. 32ൽ പറയുന്നു, ഏതെങ്കിലും ഭയപ്പാടുകൾ കൊണ്ട് നിർബന്ധമായി സമ്മതിച്ചാൽ ആ സമ്മതം സമ്മതമല്ല. 33ൽ ട്രൈഫിൾസ് അല്ലെങ്കിൽ സ്ലൈറ്റ് ഹാം എന്ന് പറയുന്നു, അതായത് ചെറിയ കുറ്റങ്ങൾ, ചെറിയ മുറിവുകൾക്ക് പോലും അല്ലെങ്കിൽ ചെറിയ തട്ടുമുട്ടിനൊന്നും കേസെടുക്കേണ്ട കാര്യമില്ല. പിന്നെ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ സെക്ഷനാണ് 34 മുതൽ 44 വരെ പ്രൈവറ്റ് ഡിഫൻസ്. അതായത് എന്താണ് പ്രൈവറ്റ് ഡിഫൻസ്? നമുക്ക് സ്വയരക്ഷാവകാശം. അപ്പോൾ ഇത്രയുമാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. അടുത്ത് വരുന്ന മറ്റൊരു കേസാണ് ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്. 63 മുതൽ 66 വരെയുള്ള സെക്ഷൻ. ചാപ്റ്റർ 5. നേരത്തെ പഠിച്ച ചാപ്റ്റർ 3 ആയിരുന്നു, ഇത് ചാപ്റ്റർ 5. ഒഫൻസ് അഗെയിൻസ്റ്റ് എന്താണ്? വുമൺ ആൻഡ് ചൈൽഡ്. 63 മുതൽ 66 വരെ റേപ്പാണ്, ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 63, 66 അതിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടി, അതുപോലെ തന്നെ 16 വയസ്സിന് താഴെയുള്ളത്, ഇതൊക്കെ അവിടെ പറയും. 67 സെക്ഷൽ ഇന്റർകോഴ്സ്, അതായത് വേർപിരിഞ്ഞ് കഴിയുന്ന ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധമാണ് 67. 68 അതോറിറ്റി, ഉയർന്ന അതോറിറ്റിയിലുള്ള വ്യക്തികൾ ചെയ്യുന്നത്. 69 വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക. 70 ഗ്യാങ് റേപ്പാണ്. 71 റിപ്പീറ്റ്, കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ. 72 ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഇരയായവരുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ പാടില്ല. 74 ഔട്ട്റേജിങ് മോഡസ്റ്റി ഓഫ് വുമൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനപ്പെടുത്തുക, മാനഭംഗപ്പെടുത്തുക തുടങ്ങിയതാണ് 74. 75 സ്ത്രീകളുടെ പീഡനമാണ്, വനിതകളുടെ പീഡനവുമായി ബന്ധപ്പെട്ട 75ആണ്. അറിയാമല്ലോ, സ്പർശനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. 76 എന്ന് പറഞ്ഞാൽ ഡിസ്റോബിങ് എന്നാണ്, അതായത് നമുക്കറിയാം എന്താണ്, വസ്ത്രാക്ഷേപം, അല്ലെ? അതുപോലെ വരുന്നു. 77 കഴിഞ്ഞ് 77 ഓയറിസം, ഒളിഞ്ഞുനോട്ടം. 78 സ്റ്റോക്കിംഗ് ആണ്, പിന്തുടരൽ എന്ന് പറയുന്നു. 79 വീണ്ടും അവിടെ സ്ത്രീയെ അപമാനിക്കണമെന്ന രീതിയിൽ ശബ്ദം, വാക്ക് തുടങ്ങിയവ കേൾപ്പിച്ചാൽ. 80 അറിയാം, ഡൗറിയുടെ ഡെത്താണ്, സ്ത്രീധന മരണം. 81 മോക്ക് മാരേജ്, അതായത് വിവാഹം കഴിച്ചു എന്ന് വ്യാജേന വിവാഹം കഴിക്കാതിരിക്കുക ഒഫീഷ്യലി. 82 ബൈഗാമി, 2 വിവാഹം കഴിക്കുക. 83 ഫ്രോഡിലന്റ് മാരേജ് സെറമണി വിത്തൗട്ട് ലോഫുൾ മാരേജ് എന്ന് പറഞ്ഞാൽ അതായത് ഈ വിവാഹ ചടങ്ങ് മാത്രം നിർവഹിക്കുന്നു, യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിട്ടില്ല. 84 അതായത് സ്ത്രീയെ തട്ടിക്കൊണ്ടുപോവുക, കല്യാണം കഴിഞ്ഞ സ്ത്രീയുമായി തട്ടിക്കൊണ്ടുപോവുക ക്രിമിനൽ ഉദ്ദേശത്തോടുകൂടി. 85, 86 ക്രൂരതയാണ്. 87 സ്ത്രീയെ മാരേജിന് കമ്പൽ ചെയ്യാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോവുക. 88 മുതൽ 90 വരെ കോസിംഗ് മിസ്കാരേജ്, സ്ത്രീ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഗർഭാലസിപ്പിക്കുന്നത്. 93 സ്ത്രീ കുട്ടിയെ എന്താണ് വേശ്യാവൃത്തിക്കും മറ്റും വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 93 മുതൽ 99 വരെ പറയും. അടുത്തത് ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി. ഈ ഒഫൻസസ് അഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡി 100ഉം 105 നമുക്ക് എല്ലാവർക്കും അറിയാം. കൊലപാതകം, നരഹത്യ തുടങ്ങിയവയൊക്കെ ഹ്യൂമൻ ബോഡിക്കകത്ത് വരുന്നു. അതിന്റെ ശിക്ഷകളാണ് 101ഉം 103ഉം വരുന്നത്. 101ഉം 103ഉം അതിന്റെ ശിക്ഷകളാണ്. 100ഉം 105ഉം നരഹത്യയാണ്. കാരണം 100ഉം 105ഉം എന്താണ്? നരഹത്യ അതിന്റെ ശിക്ഷയുമാണ്. 101ഉം 103ഉം കൊലപാതകം അതിന്റെ ശിക്ഷയും. 102 ആള് മാറി കൊലപാതകം ചെയ്യാം. 103ഉം അത് തന്നെ, 103 മോബിലും ചെയ്യാം. ആൾക്കൂട്ട വിചാരണയിൽ ആൾക്കൂട്ട മർദ്ദനം അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകം തുടങ്ങിയ വരുന്നു. 104 അതായത് ജീവപര്യന്ത തലവന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും ഒരു കൊലപാതകം ചെയ്താൽ അവിടെ എന്താണ് ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ കിട്ടാം.
106 നമുക്കറിയാം എന്താണ്, ഉപേക്ഷാപൂർവമായ പ്രവൃത്തി കാരണം മറ്റൊരാൾ മരണപ്പെട്ടാൽ. അതുപോലെ 107, 108 ആത്മഹത്യക്ക് പ്രേരണ നൽകൽ. 109, 110 അതായത് കൊലപാതകത്തിനും കുറ്റകരമായ നരഹത്യക്കുമുള്ള പ്രേരണ ശ്രമം, പ്രേരണയല്ല ശ്രമം. 111 ഓർഗനൈസ്ഡ് ക്രൈം അല്ലെങ്കിൽ സംഘടിത കുറ്റകൃത്യം. 112 ചെറിയ സംഘടിത കുറ്റകൃത്യം. 113 തീവ്രവാദ പ്രവർത്തനം, ടെററിസ്റ്റ് ആക്ട്സ്. 114, 115 നമുക്കറിയാം ദേഹോപദ്രവം. 116, 117 കഠിന ദേഹോപദ്രവം, ശിക്ഷയും കൂടെ ഉൾപ്പെടും. 118 ആയുധങ്ങൾ വെച്ചുള്ള ദേഹോപദ്രവമോ കഠിന ദേഹോപദ്രവമോ. 119 ആരെങ്കിലും ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങിയെടുക്കാൻ വേണ്ടി അവരെ എന്ത് ചെയ്യുന്നു, ദേഹോപദ്രവിപ്പിക്കുന്നു. 120 ഏതെങ്കിലും വസ്തുക്കൾ അതുപോലെ വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറ്റസമ്മതം സമ്മതിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു. 121 പബ്ലിക് സെർവന്റിനെ ഉപദ്രവിക്കുന്നു. 124 ഹാജരാക്കണമെന്ന വളരെ ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. 125 നമുക്കറിയാം ഏതെങ്കിലും ഒരു അസ്വാഭാവികം അല്ലെങ്കിൽ സാഹസികമായ പ്രവൃത്തി മാത്രം ചെയ്തു എന്ന് പറയുന്നു. 126 അന്യായമായ തടസ്സപ്പെടുത്തലാണ്. 127 അന്യായമായ ഒരാളെ തടഞ്ഞു വെക്കുന്നതാണ്. 129 129 ബലപ്രയോഗവും. 130 കയ്യേറ്റവും. 137 കിഡ്നാപ്പിംഗ് തട്ടിക്കൊണ്ടുപോകൽ. 138 അബ്ഡക്ഷൻ അല്ലെങ്കിൽ ആളപഹരണം. 143 ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞതാണ് ആൾ വാണിഭം, അടിമ വ്യാപാരവും നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിക്കലൊക്കെ ഇവിടെ വരുന്നു. അപ്പൊ ഞാനിത് ഓടിച്ചു പറയുന്നത് നമ്മളിതൊക്കെ പഠിക്കാനുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഇനി അടുത്ത സെക്ഷൻ എന്താണ്, ചാപ്റ്റർ 11 ചാപ്റ്റർ 11 189 മുതൽ 197 വരെ. അവിടെ വരുന്നത് അൺലോഫുൾ അസംബ്ലി, സംഘടിത കുറ്റകൃത്യം, നിയമവിരുദ്ധ സംഘടിത കുറ്റകൃത്യം, റയോട്ടിംഗ് ലഹള അല്ലെങ്കിൽ എന്താണ് വർഗീയ ലഹള, കലാപം. 194 അഫ്രൈ വഴക്ക് അല്ലെങ്കിൽ കലഹം. 195, 96, 97 ഒക്കെ പബ്ലിക് സർവന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത ചാപ്റ്റർ 12 ഒഫൻസ് ഓർ ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവന്റ്, പബ്ലിക് സർവന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം. ഓക്കെ. അടുത്തത് 198 ഡിസ്ഒബേയിങ് ലോ വിത്ത് ഇന്റന്റ് ടു കോസ് ഇഞ്ചറി ടു എനി പേഴ്സൺ, അതായത് ഈ പബ്ലിക് സെർവന്റ് പ്രവർത്തികൾ ചെയ്യാതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞില്ല. അതുപോലെ പബ്ലിക് സെർവന്റ് തന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുക, പബ്ലിക് സെർവന്റ് നിയമവിരുദ്ധമായി വ്യാപാരത്തിലും ലേലത്തിലും തുടങ്ങിയവയിലൊക്കെ ഏൽക്കുക, വസ്തു വിൽപ്പനയിൽ ഏൽക്കുക, അതുപോലെ തന്നെ ഏർപ്പെടുക. പിന്നെ വ്യാജ പബ്ലിക് സെർവന്റായി ആരെങ്കിലും ആൾമാറാട്ടം നടത്തുക, പബ്ലിക് സെർവന്റ് യൂണിഫോം ധരിക്കുക തുടങ്ങിയവയൊക്കെ ഇവിടെ വരുന്നു. ഇനി ഒഫൻസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, വസ്തുക്കൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം മോഷണം, 303 മോഷണം. 304 പിടിച്ചുപറി, സ്നാച്ചിങ്. 308 എക്സ്റ്റോർഷൻ, അപഹരണം. 309 റോബറി, കവർച്ച. 310 ഡെക്കോയിറ്റി, കൂട്ടായ്മ കവർച്ച. 314 ദുർവിനിയോഗം വസ്തുക്കൾക്ക്. 316 വിശ്വാസലംഘനം. 317 സ്റ്റോളൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മോഷണം മുതൽ. 318 ചീറ്റിംഗ്. 319 ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ, ആൾമാറാട്ടം വഴിയുള്ള ചതി. 324 മുതൽ 28 വരെ ദ്രോഹം. 329, 30 ഭവനഭേദനവും ഭവന കയ്യേറ്റം. അപ്പൊ ഞാൻ എല്ലാം ഓടിച്ചങ്ങ് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. എസ്ഐയുടെ മെയിൻസ് വരുമ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കും. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലേക്കാണ് പോകും. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അപ്പൊ നമ്മൾ 5 മാർക്ക് എന്താണെന്ന് പഠിച്ചു. അത് ഞാൻ ഓടിച്ചൊരു റിവിഷൻ അല്ല, ഒരു സിലബസ് ഡിസ്കഷൻ ആണ് ഇപ്പൊ പറയുന്നത്. ഇത് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ. നിങ്ങൾ അതുകൊണ്ട് അത് ഭംഗിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അതിന്റെ ഡെഫിനിഷൻസ് ആണ്. ടു ക്ലോസ് എ നമുക്കറിയാം ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. ടു ക്ലോസ് സി ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. ടു ക്ലോസ് ജി കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ടു ക്ലോസ് എച്ച് കംപ്ലൈന്റ്. ടു ക്ലോസ് കെ ഇൻക്വയറി. ടു ക്ലോസ് എൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻക്വയറി എന്ന് പറഞ്ഞാൽ അന്വേഷണ വിചാരണ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണം. ടു ക്ലോസ് ഒ എന്ന് പറഞ്ഞാൽ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. എക്സ് സമൻസ് കേസ്. വൈ വിക്ടിം ഇര. ഇസഡ് വാറണ്ട് കേസ്. ഈ പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദി മജിസ്ട്രേറ്റ് ആൻഡ് ദി പോലീസ്. 30 മുതൽ 34 വരെ പോലീസ് എങ്ങനെ സഹായിക്കുമെന്ന്. പോലീസ് എങ്ങനെ സഹായിക്കും, പോലീസിനെ എങ്ങനെ സഹായിക്കും, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ ജനങ്ങൾ എങ്ങനെ സഹായിക്കും, അത് ഒരു സുപ്പീരിയർ പോലീസ് ഓഫീസറിന്റെ കാര്യം പറയുന്നു, അദ്ദേഹത്തിനുള്ള അധികാരം. 31 പബ്ലിക് വെൻ ടു അസിസ്റ്റ് മജിസ്ട്രേറ്റ്സ് ആൻഡ് പോലീസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് മജിസ്ട്രേറ്റിനെയും പോലീസിനെയും സഹായിക്കണം. 32 അറസ്റ്റ് ചെയ്യാം, പോലീസ് അല്ലാത്ത വ്യക്തി അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ സഹായിക്കണം. 33 പബ്ലിക് ടു ഗീവ് ഇൻഫർമേഷൻ ഓഫ് സർട്ടൻ ഒഫൻസസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ, കുറേ സെക്ഷനൊക്കെ വെച്ച് കുറേ കുറ്റകൃത്യങ്ങളുണ്ട്, ഈ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അറിയിക്കണം.
അതുപോലെ 34 ഡ്യൂട്ടി ഓഫ് ഓഫീസേഴ്സ് എംപ്ലോയിഡ് ഇൻ കണക്ഷൻ വിത്ത് ദി അഫയേഴ്സ് ഓഫ് വില്ലേജുമായി ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ ജോലി. ഇനി അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് അടുത്തത്. അതിന് 35 നമുക്കറിയാം എപ്പോഴൊക്കെ പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇനി 36 പറയുന്നു പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. ഒരു അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ അധികാരം, പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന്റെ കടമ. 37 ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതാണ് നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ, ASI റാങ്കിൽ കൂടാത്ത ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 38 ഒരു അഡ്വക്കേറ്റിനെ കാണാനുള്ള അവകാശം. 39 തന്റെ പേരും വിവരവും ഒരാൾ പറയാൻ വിസമ്മതിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്, ഒരു നോൺ കോഗ്നൈസബിൾ ആയ വ്യക്തിയെ പോലും അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. 40 ഒരു പ്രൈവറ്റ് വ്യക്തിയാണ്, ഒരു സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ്. 41 മജിസ്ട്രേറ്റിന്റെ അറസ്റ്റ്. 42 ഒരു ആംഡ് പോലീസ് സായുധ സേനാംഗങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം. 43 അറസ്റ്റ് ഹൗ മെയ്ഡ്, എങ്ങനെ അറസ്റ്റ് ചെയ്യാം. 44 സെർച്ച് ഓഫ് പ്ലേസ് എൻറ്റേർഡ് ബൈ പേഴ്സൺ സോട്ട് ടു ബി അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ, സംശയം ഉള്ള ഒരു വ്യക്തിയെ എന്താണ് ആ സ്ഥലം സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. 45 അധികാര പരിധിക്ക് അപ്പുറം പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എവിടെ വേണോ പോയി പിടിക്കാം. 46 അൺനെസസറി റെസ്ട്രെയിന്റ്, ഒരുപാട് എന്ത് ചെയ്യരുത്, ഓവറായിട്ട് നിയന്ത്രിക്കരുത്. 47 പേഴ്സൺ അറസ്റ്റ് ടു ബി ഇൻഫോംഡ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആൻഡ് റൈറ്റ് ടു ബെയിൽ, ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ബെയിൽ ജാമ്യം കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അയാൾ അറിയിക്കണം. 48 അയാളുടെ ബന്ധുവിനെ അറിയിക്കാനുള്ള അവകാശം. 49 അയാളുടെ ദേഹപരിശോധന. 50 അയാളുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കും. 51 ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ പ്രതിയെ പരിശോധിക്കുന്നു പോലീസിന്റെ റിക്വസ്റ്റ് പ്രകാരം. 52 ബലാത്സംഗ കേസിലെ പ്രതിയെ പരിശോധിക്കുന്നു. 53 മെഡിക്കൽ ഓഫീസറിനെ പരിശോധിക്കുന്നതാണ് 53. 54 പേഴ്സൺ തിരിച്ചറിയൽ പരേഡ്. 55 പ്രൊസീജിയർ വെൻ പോലീസ് ഓഫീസ് ഡെപ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർമാർ ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യാം. 56 അപ്പം പോലീസ് ഓഫീസർമാർ പോയില്ല എങ്കിൽ അവിടെ എന്താണ് കീഴുദ്യോഗസ്ഥൻ നിയമിക്കുന്നു എന്നാണ്. 55. 56 ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് അറസ്റ്റ് പേഴ്സൺ, അപ്പോൾ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ ആരോഗ്യവും സംരക്ഷണം. 57 പേഴ്സൺ അറസ്റ്റഡ് ടു ബി ടേക്കൺ ബിഫോർ മജിസ്ട്രേറ്റ് ഓർ ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത ആളിനെ എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റോ ഓഫീസർ മുമ്പിൽ എത്തിക്കുക. 58 24 മണിക്കൂറേ ഉള്ളൂ സമയം ഒരാളെ കസ്റ്റഡിയിൽ വെച്ച്. 59 പോലീസ് ടു റിപ്പോർട്ട് അപ്രിഹെൻഷൻസ്, മേലധികാരിയെ റിപ്പോർട്ട് ചെയ്യണം. 60 ഡിസ്ചാർജ് ഓഫ് പേഴ്സൺ അപ്രിഹെൻഡ്, അപ്പോൾ വിട്ടയക്കുന്ന കാര്യം, പേഴ്സൺ നിരപരാധിയായ വ്യക്തിയെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ വിട്ടയക്കുന്ന കാര്യം. 61 പവർ ഓൺ എസ്കേപ്പ് ഓർ പെർസ്യൂ ആൻഡ് ടേക്ക്, ഒരാൾ ചാടിപ്പോയാൽ എന്ത് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് സമൻസും വാറണ്ട് നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. സമൻസും വാറണ്ട് എന്താണെന്ന്. അപ്പൊ സമൻസ് എന്നാൽ ഒരു വ്യക്തിയെ കോടതി നിർബന്ധിക്കുന്ന ഒരു നോട്ടീസാണ് സമൻസ്. 64 എങ്ങനെ സമൻസ് കൊടുക്കാം, സമൻസ് ഒരു കൂട്ടം ആൾക്കാർ കൊടുക്കുമ്പോൾ എങ്ങനെ, ഗവൺമെന്റ് സർവന്റ് കൊടുക്കുമ്പോൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഇനി വാറണ്ട് എന്ന് പറഞ്ഞാൽ സമൻസ് കൊടുത്തിട്ടും വരാത്ത വ്യക്തിയെ കോടതി നിർബന്ധിതമായി എത്തിക്കുന്ന അടുത്ത നടപടിയാണ് വാറണ്ട്. അപ്പൊ സമൻസ് വാറണ്ടും അവിടെ. ഇനി സെർച്ച് ആൻഡ് സീസർ, സെർച്ച് വാറണ്ടും അതുപോലെ പിടിച്ചെടുക്കലും. CCA എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കും അല്ലെ. അപ്പോൾ 96 മുതൽ സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെർച്ച് വാറണ്ട് ഒരു അധികാര പരിധിക്ക് അപ്പുറമാണെങ്കിൽ എന്താണ്, ഒരു സാധനം സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സെർച്ച് വാറണ്ട് എന്ന് പറയുന്നത്. അത് അവിടെ എടുക്കാം. അടുത്തത് ഈ പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റി. 148 മുതൽ 151 വരെ ഈ പബ്ലിക്കിനെ പിരിച്ചുവിടുന്ന കാര്യമാണ്. കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഒരു പോലീസുകാരനും പട്ടാളക്കാർക്കൊക്കെ ഒന്ന് പിരിച്ചുവിടും. 68 മുതൽ 72 വരെ ഏതെങ്കിലും ഓർഗനൈസർ കുറ്റമോ മറ്റതോ കണ്ടു കഴിഞ്ഞാൽ പോലീസിന് അത് തടയാമെന്നുള്ള സെക്ഷനാണ് 68 മുതൽ 72. 173 മുതലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. FIR ഒക്കെ 173 FIR ഓർഗനൈസബിൾ കേസിൽ ഇടാമെന്ന് 175 പറയുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് റിപ്പോർട്ട് എങ്ങനെ സമർപ്പിക്കാം, FIR റിപ്പോർട്ട് എങ്ങനെ സമർപ്പിക്കാം. പിന്നെ സാക്ഷികളുടെ മൊഴിയെടുക്കുന്ന കാര്യം, കൺഫെഷൻ വരുന്നുണ്ട്. കൺഫെഷൻ കുറ്റസമ്മതം. 24 മണിക്കൂറിനകം അന്വേഷണം പൂർത്തിയാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇൻക്വസ്റ്റ് നടപടികൾ, മരണം, പ്രേത വിചാരണയൊക്കെ എങ്ങനെ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ 192, 93 ഡയറികൾ എങ്ങനെയായിരിക്കണം, ഇൻവെസ്റ്റിഗേഷന്റെ ഡയറികൾ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. 173 മുതൽ 196 വരെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു BNSS സെക്ഷൻസ്. അപ്പൊ നമ്മൾ BNS ഇപ്പൊ നോക്കി, BNSS നോക്കി. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് BSA, ഭാരതീയ സാക്ഷി അധിനിയം. 5 മാർക്ക് ചോദിക്കാൻ പറ്റിയതാണ്. 2 ക്ലോസ് D ഡോക്യുമെന്റ് എല്ലാവർക്കും അറിയാം. 2 ക്ലോസ് E എവിഡൻസ് എന്ന് പറയാം. 2 ക്ലോസ് F ഫാക്ട് വസ്തുത.
ജി വിവാദ വസ്തു ഫാക്ട്സ് ആൻഡ് ഇഷ്യൂ. കെ റെലവന്റ് പ്രസക്തം. അടുത്തത് നമ്മുടെ ഏതാണ് സെക്ഷൻ 21 ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകും. ശരി, അപ്പോ സെക്ഷൻ 22, 23, 24 എന്താണ്? കൺഫെഷൻ കുറ്റസമ്മതങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ 22, 23, 24 നന്നായിട്ട് പഠിക്കണം. ഇനി 26 മുതലൊക്കെ ഉള്ളതെല്ലാം ഈ മരിച്ചു പോയതോ കാണാതായതോ ആയ വ്യക്തികളുടെ മൊഴിയുമായി ബന്ധപ്പെട്ട 22 മരിച്ചു പോയതോ കാണാതായതോ ആയ വ്യക്തികളുടെ മൊഴികളുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. ഏതാ? 22, 23, 24. 26 ശേഷം ആണത് പറയും. മരിച്ചുപോയ വ്യക്തികളുടെ 22 അല്ല, അത് കൺഫെഷനാണ്. 26 മുതൽ 39 മുതൽ 45 വരെ എക്സ്പേർട്സിന്റെ കാര്യമാണ്. ഒപ്പീനിയൻ ഓഫ് തേർഡ് പേഴ്സൺസ്, മൂന്നാമതൊരാളുടെ അഭിപ്രായം തേടും. അപ്പൊ 5 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പഠിക്കും. അടുത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, RT ആക്ട് സെയിം സിലബസ് തന്നെയാണ്. 3 മാർക്കാണ്. ഇവിടെ ഇപ്പൊ CPOക്ക് 2 മാർക്കാണ്, പക്ഷേ SIക്ക് 3 മാർക്കാണ്. ഇൻഫർമേഷൻ എന്താണ്? 8 എന്താണ്? 9 എന്താണ്? 11 എന്താണ്? അപ്പോൾ അത് എത്രയാകുമ്പോൾ തന്നെ സിലബസ് ഏകദേശം 18ഓളം മാർക്കായി. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും പ്രിയാമ്പിളും സിറ്റിസൺഷിപ്പും ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ വരുന്നുണ്ട്. IT ആക്ട് നമുക്ക് 3 മാർക്കാണ് IT ആക്ട് വരുന്നത്. IT ആക്ട് 3 മാർക്ക്. സെയിം സിലബസ് തന്നെയാണ്. 43 നമുക്കറിയാം എന്താ കമ്പ്യൂട്ടർ കേടുപാട് വരുത്തുക. 43A ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുക. 65 ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ചുരണ്ടലതയിൽ നീക്കം ചെയ്യാം. 66 കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ്, അതിപ്പോ ഹാക്കിംഗ് ഒക്കെ അതിനകത്ത് വരുന്നു. അതുപോലെ 66 ക്യാൻസൽ ആയിട്ടുണ്ട്, അതൊക്കെ അറിയാം. 66B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വസ്തുക്കൾ ഇലക്ട്രോണിക് വസ്തുക്കൾ മോഷ്ടിക്കുക. C എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. അതിൽ സ്വത്വാപഹരണം. അത് കഴിഞ്ഞ് 66E ഉണ്ട്, പണിഷ്മെന്റ് ഓഫ് വയലേഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യത ലംഘനമാണ് 66E. പ്രത്യേകിച്ച് 66E എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ചിത്രങ്ങളൊക്കെ എടുത്തതിനകത്തിട്ട് ഉപയോഗിക്കും. 66F എന്ന് പറഞ്ഞാൽ സൈബർ ടെററിസം അല്ലെങ്കിൽ സൈബർ ഭീകരവാദം, അത് ജീവപര്യന്തം കിട്ടും. 67 നമ്മൾ ഈ ഇന്റർനെറ്റിലൂടെ ഇത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോ 67A എന്ന് പറഞ്ഞാൽ പബ്ലിഷിംഗ് ഫോർ പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. ഇവിടെയാണെങ്കിൽ പണിഷ്മെന്റ് ഓർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷലി എക്സ്പ്ലോയിറ്റ് എക്സെട്ര ഇൻ ഇലക്ട്രോണിക് ഫോം. ഓക്കെ, അത് ഏകദേശം സെയിം ആണ്. അതിന് ആവർത്തിച്ചുള്ള ശിക്ഷകളൊക്കെ അതിനകത്തുണ്ട്. 67B നമുക്കറിയാം ചൈൽഡ് പോർണോഗ്രഫി. 72 അറിയാം. 77B അറിയാം. 78ാം സെക്ഷൻ പുതുതായി ആഡ് ചെയ്ത സെക്ഷനാണ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ്. പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ, സൈബർ കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ച് അന്വേഷിക്കാൻ ഏത് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ തന്നെ വേണം. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ തന്നെ വേണമെന്ന് പറയും. ഇനി ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് ആണ്. ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. ഇമെയിൽ, സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെയാണ്, IPDR എന്താണ്, CDR അനാലിസിസ്, IMEI നമ്പർ, IMSI നമ്പർ, മൊബൈലൊക്കെ പോയാൽ ഏതെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചേക്കും. ഹാക്കിങ്, ബുള്ളിങ്, സൈബർ സ്റ്റോക്കിങ്, മോർഫിങ്, ഫിഷിങ്, റാൻസം വെയർ തുടങ്ങിയവയൊക്കെ ഇതിനകത്ത് വരും. ഇനി സൈക്കോളജി എന്ന് പറഞ്ഞ മറ്റൊരു പോർഷനാണ്. സൈക്കോളജി അത്യാവശ്യം പാടുള്ള പോർഷൻ ആയിരിക്കും, എന്നാലും ശ്രമിക്കുക. അപ്പൊ അപ്രോച്ച് ഓഫ് ഹ്യൂമൻ ആണ് അവിടെ ആദ്യത്തെ മോഡ്യൂൾ പറയുന്നത്. പിന്നെ ഹ്യൂമൻ ബിഹേവിയർ, അതുപോലെ കോഗ്നിറ്റീവ് പ്രോസസ് ഉണ്ട്, ഇൻഡിവിജ്വൽ പ്രോസസ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. അതേപോലെ സോഷ്യൽ ഡയമെൻഷൻസ് ഓൺ ബിഹേവിയർ ഉണ്ട്, ബിഹേവിയർ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ, ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ. അപ്പൊ ഇതൊക്കെ തീർച്ചയായും പഠിക്കുക. എപ്പോഴും LP UP ഒക്കെ പോയിട്ടുള്ളവർക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ 45 മാർക്ക് കിട്ടാൻ വലിയ പാഠം നിങ്ങൾ കൊടുക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ CPO പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങൾ യാതൊരുവിധ ഭയപ്പെടുകയും വേണ്ട. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ടീമിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ത് ചെയ്യും, CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്തതുപോലെ തന്നെ SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കും കവർ ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ എല്ലാവരും ഒരു കാര്യം മനസ്സിലായാലും ഒന്ന് എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് അടുത്ത ക്ലാസ് മുതൽ എന്ത് ചെയ്യാം, ടോപ്പിക് എടുത്ത് പോവാം. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.